ശ്രീ രാജേന്ദ്രൻ പന്തളം, നമസ്കാരം സാർ. ഈ ലോക കേരള സഭ ഇന്ന് തുടങ്ങണ്ടെന്ന് വെച്ചോ, മാറ്റിവെച്ചോ? ലോക കേരള സഭ മാറ്റിവെച്ച് അതിന്റെ ഉദ്ഘാടന ചടങ്ങ് നിശാഗന്ധിയിൽ നടത്തേണ്ടിയിരുന്നതാണ്. അത് മാറ്റിവെച്ചു. പക്ഷെ തുടർന്നുള്ള 2 ദിവസങ്ങളിൽ ശങ്കരൻ നാരായണൻ തമ്പി ഹാളിൽ അതിന്റെ ചർച്ചകളും മറ്റും വെച്ചിരുന്നു. ബ്രെയിൻ സ്റ്റോമിങ് ചർച്ചകൾ വെച്ചിരുന്നു. ആ ചർച്ചകളൊക്കെ മാത്രമേ മാറ്റിവെച്ചിട്ടുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ ഏതാണ്ട് 100ഓളം പേർ അപമൃത്യുവിനിരയായിട്ടുള്ള ഭീകരമായ ഒരു സംഭവമാണ് കുവൈത്തിൽ നടന്നത്. അതിൽ തന്നെ 24 പത്രങ്ങളിൽ കണ്ടതൊന്നുമല്ല വാർത്ത, 24 മലയാളികളാണ് വെന്തു മരിച്ചത്. അതിൽ എൻ്റെ നാട്ടുകാരനായ ആകാശമുണ്ട്. അങ്ങനെ ഒരു ഭീകരമായിട്ടുള്ള സംഭവം നടക്കുമ്പോൾ അത് മലയാളിയുടെ ഉടമയിലുള്ള ഒരു ലേബർ ക്യാമ്പിൻ്റെ കെട്ടിടമാണ്. ലേബർ ക്യാമ്പാണ്. ആ ലേബർ ക്യാമ്പിലെ ആളുകളാണ് വെന്തു മരിച്ചത്. ആ വെന്തു മരിച്ച സ്ഥിതിക്ക് ലോക കേരള സഭയുടെ എല്ലാ സെഷനുകളും നിർത്തിക്കൊണ്ട് ആ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിക്കേണ്ടതായിരുന്നു. ആ മരിച്ച എല്ലാ നമ്മുടെ ഈ നാട്ടുകാർക്കും, ഇന്ത്യക്കാരായ എല്ലാവർക്കും, കേരളീയരായിട്ടുള്ള എല്ലാവർക്കും, പന്തളത്തുകാരനായ എൻ്റെ നാട്ടുകാരനായ ആകാശനും ഞാൻ എൻ്റെ ദീർഘ നമസ്കാരം അർപ്പിക്കുകയാണ്. കാരണം അത്ര വലിയൊരു ദുരന്തം നാട്ടിലേക്ക് മടങ്ങി വരാനിരുന്നവർ, സുന്ദര സ്വപ്നങ്ങളുമായിട്ട് കഴിഞ്ഞവർ, നമ്മുടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നമ്മുടെ ആദരാഞ്ജലികൾ നമ്മൾ അർപ്പിക്കേണ്ടതാണ്. അത്തരം ഒരു സന്ദർഭത്തിൽ അവരുടെ കുടുംബം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ദുഃഖം അനുഭവിക്കുക. ആ സ്ഥിതിക്ക് നമ്മളൊരു 3 ദിവസമെങ്കിലും ഇതിൻ്റെ ഒരു ദുഃഖാചരണം നടത്തേണ്ടതാണ്. ഇതിൻ്റെ എല്ലാ സെഷനുകളും നിർത്തി വയ്ക്കേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം. ഇപ്പം ഇതിൽ പങ്കെടുക്കാൻ നിന്ന യൂസഫ് അലി ഓരോ കുടുംബത്തിനും, മലയാളികളുടെ ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപ വരെ നൽകാമെന്ന് പറഞ്ഞിട്ട് നല്ല കാര്യം തന്നെ. പക്ഷേ ഈ സമ്മേളനം ഇവിടെ തുടരാൻ പാടില്ല. കാരണം അത്ര ഒരു ദുരന്ത സ്മരണയാണിപ്പോൾ നമ്മുടെ മനസ്സുകളിലുള്ളത്. മലയാളികളെ എല്ലാം വേദനിപ്പിക്കുന്ന, ശോകമൂകരാക്കുന്ന ഒരു ഭീകരമായ മൃത്യുവാണ് അവിടെ നടന്നിട്ടുള്ളത്. ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്? ഈ ലോക കേരള സഭയുടെ ഉദ്ദേശ ലക്ഷ്യമായിട്ട് പറഞ്ഞിരുന്നത് യുണൈറ്റിംഗ് ദി മലയാളി ഡയസ്പോറ ഓൾ ഓവർ ദി വേൾഡ് എന്നാണ് അതിൻ്റെ മോട്ടോ ആയിട്ട്, ഒബ്ജക്റ്റീവായിട്ട് പറഞ്ഞിരുന്നത്. പക്ഷേ എങ്ങനെയാണ് അവരെ യുണൈറ്റ് ചെയ്യുക? സാധ്യമല്ല. കാരണം അമേരിക്കയിലുള്ള മലയാളികളുടെ താല്പര്യം വേറെ, കാനഡയിലുള്ള മലയാളികളുടെ താല്പര്യം വേറെ. എന്തെന്നാൽ അവിടെ ഗവൺമെൻറ് തന്നെ അവിടെയുള്ള ഓരോ പൗരന്മാർക്കും വന്നവർക്കും സെക്യൂരിറ്റി ഉറപ്പാക്കിയിട്ടുണ്ട്. അവിടെ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും അവിടെയെങ്കിലും ഉണ്ടാവുകയില്ല. പക്ഷേ ഗൾഫ് നാടുകളിലേക്ക് വരുമ്പോൾ അവിടെയാണ് നമ്മൾ ഈ ആടുജീവിതങ്ങളും ഗദാമ ജീവിതങ്ങളും കാണുന്നത്. അവിടെ പലതരത്തിലുള്ള കഷ്ടപ്പാടുകൾക്ക്, അവിടെ ആടുജീവിതത്തിലൊക്കെ നമ്മൾ കണ്ടത് വളരെ ചെറിയ ഒരു മഞ്ഞ് കട്ടയുടെ ചെറിയ ഒരു അംശം മാത്രമാണ്. അതിനേക്കാൾ ദുരന്തവും ദുരിതവും അനുഭവിക്കുന്ന ധാരാളമായിട്ടുള്ള ആളുകളുണ്ട് അവിടെ. ചെറിയ ഈ സമ്മേളനത്തിന് വരുന്നത് കൂടുതൽ ഗൾഫ് കൺട്രീസിൽ നിന്നാണോ? അല്ലല്ല, ഇതിലിപ്പോൾ എല്ലാ സ്ഥലത്തു നിന്നുള്ള വരുന്നുണ്ട്. ഗൾഫ് കൺട്രീസിൽ നിന്നുള്ള വൻപൻ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള രവി പിള്ള, യൂസഫ് അലി, അങ്ങനെ കുറേ PNC മേനോൻ, അങ്ങനെ ഉള്ള കുറേ ആളുകൾ ഇതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇതൊരു 4 വർഷമായിട്ട് ഇത് വെച്ച് നടത്തുകയാണ്. 4ാമത്തെ എഡിഷനാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തെങ്കിലും നേട്ടം ഇതുകൊണ്ട് ഇതുകൊണ്ട് യാതൊരു നേട്ടവും ഉണ്ടായിട്ടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയാൻ കഴിയും. എന്ന് മാത്രമല്ല, ഖജനാവിന് വൻതോതിലുള്ള നഷ്ടം വന്നിട്ടുമുണ്ട്. ഉദാഹരണത്തിന് ഈ ലോക കേരള സഭയ്ക്ക് ബജറ്റിൽ വകയിരുത്തിയിരുന്നത് 4 കോടി രൂപയാണ്. 3 കോടി രൂപ നേരത്തെ അനുവദിച്ചിരുന്നു. ഇപ്പോൾ സാംസ്കാരിക പരിപാടികൾക്കായിട്ട് 1 കോടി അനുവദിച്ചിട്ടുണ്ട്. അത് പിൻവലിക്കണം. കാരണം സാംസ്കാരിക പരിപാടി നടത്താനുള്ള ഒരു സമയമില്ലത്. ജീവൻ മരണ പ്രശ്നമാണിത്. ഇനിയെങ്കിലും ഗൾഫിലുള്ള ഒരാൾക്കും ഇതുപോലുള്ള പ്രശ്നം വരാതിരിക്കാൻ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട വിഷയം എന്ന് പറയുന്നത്, കുവൈറ്റിലെ ഈ കെട്ടിടത്തിന്റെ ഉടമയും ഒരു മലയാളിയായിരുന്നു. ഇതൊരു ലേബർ ക്യാമ്പാണ്. കുറഞ്ഞ ശമ്പളം കിട്ടുന്നവർ ചെറിയ വാടകയ്ക്ക്, അവിടെയൊക്കെ വാടക വളരെ കൂടുതലാണ്, സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവൻ ആശ്രയം ഈ ലേബർ ക്യാമ്പ് മാത്രമാണ്. വീട്ടിലേക്ക് അങ്ങനെയാണ് അവർ പൈസ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നത്. അങ്ങനെയാണ് റെമിറ്റൻസസ് കേരളത്തിൽ വന്ന് കേരളം നിലനിന്നു പോകുന്നത്. അങ്ങനെയുള്ള ത്യാഗം സഹിച്ചുകൊണ്ടാണ് ഇവിടെ വരുന്നതെന്ന് നമ്മൾ ഓർക്കണം. അങ്ങനെ ഒരു കെട്ടിടത്തിൽ ഫയർ സേഫ്റ്റി ഇല്ല, ഷോർട്ട് സർക്യൂട്ട് പ്രിവെൻറ്റ് ചെയ്യാനുള്ള എർത്തിങ് ഉണ്ടായിട്ടില്ല. ഇതൊക്കെയാണ് നമ്മളിപ്പോൾ പ്രഥമ ദൃഷ്ട്യാ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. ഈ ലോക കേരള സഭ 4 എണ്ണം നടന്നപ്പോൾ നേരത്തെ നടന്ന 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഇവരുടെ സെക്യൂരിറ്റിയെക്കുറിച്ച്, സേഫ്റ്റിയെക്കുറിച്ച്, ഫയർ സേഫ്റ്റിയെക്കുറിച്ച്, ഓരോ ഈ ലേബർ ക്യാമ്പിലും ഒരു അഗ്നി സുരക്ഷാ യന്ത്രം മലയാളികൾ അവ നിർമ്മിക്കുമ്പോഴെങ്കിലും
ഉപയോഗപ്രദമായി. മന്ത്രിയെ അങ്ങോട്ട് വിടുന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. കേന്ദ്ര സഹമന്ത്രി അദ്ദേഹം ചാർജ് എടുത്ത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ദൗത്യം തന്നെ ഇങ്ങോട്ട് കുവൈറ്റിലേക്ക് അദ്ദേഹം പോയി കഴിഞ്ഞു. ഇവിടുന്ന് പോയിട്ട് കാര്യമില്ല. ഇത് രാജ്യാന്തര ബന്ധമാണ്. ഇതൊരു കേരളം ഒരു സംസ്ഥാനം മാത്രമാണെന്നുള്ളത് പലപ്പോഴും മറന്നു പോകുന്നു നമ്മൾ എന്നും തോന്നുന്നു. രാജ്യങ്ങൾ തമ്മിൽ അത് ഡിപ്ലോമാറ്റിക് ബന്ധങ്ങളുള്ളൂ. ഈ രാജ്യത്തിന്റെ വകയായിട്ട്, ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ വകയായിട്ട് എന്തെങ്കിലും സന്ദേശം ചെന്നെങ്കിൽ അവിടുത്തെ അമീർ പ്രതികരിക്കും, കൊടുത്തിട്ടുണ്ട്. വേണ്ട തരത്തിൽ അത് പ്രതികരിക്കുകയും ചെയ്യും. കാരണം ആ രാജ്യങ്ങളുമായിട്ട് വലിയ സൗഹൃദം ഇന്ത്യ പുലർത്തുന്നുണ്ട്. കേരളത്തിൽ നിന്ന് പോയത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. രാജേന്ദ്രൻ, താങ്കൾ പറയുന്നത് കഴിഞ്ഞ കാലയളവിലൊക്കെ ഇതേപോലെ 4 കോടി രൂപ വെച്ച് വർഷാവർഷം ഇതിന്റെ സമ്മേളനത്തിന് വാങ്ങുന്നത് ഈ പറയുന്ന CPM എന്ന് പറയുന്ന പാർട്ടി വെട്ടി എന്നാണ്. അതിൽ സംശയിക്കേണ്ടിയിരിക്കും. നമ്മുടെ അതിന് വ്യക്തമായ തെളിവൊന്നുമില്ല. ഇത്ര ആവേശത്തോടു കൂടി ഒരു പ്രയോജനവുമില്ലാത്ത ഈ പരിപാടി മാസാമാസങ്ങളായി വർഷാവർഷങ്ങളായിട്ട് നടത്തുന്നതിനായിട്ട് ഇവരുടെയൊക്കെ ബന്ധുക്കൾക്ക്, ഇവരുടെ ആൾക്കാർക്കൊക്കെ കൊടുക്കുമായിരിക്കും. ഇവർക്ക് അങ്ങനെയല്ല. ഈ വലിയ, ഞാൻ നേരത്തെ പറഞ്ഞ വലിയ പേരുള്ള മുതലാളിമാരുടെ സ്ഥാപനങ്ങളിലാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരിൽ ഭൂരിപക്ഷം പേരുടെയും മക്കൾ 1 ലക്ഷത്തിന് മുകളിലൊക്കെയുള്ള ശമ്പളവുമായിട്ട് കഴിഞ്ഞു. അത് പലരും ഉണ്ട്. ആ പേരുകൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. പത്രപ്രവർത്തകരും ഒരു പക്ഷേ ഉണ്ട്, മാധ്യമ പ്രവർത്തകരും ഒക്കെ ഉണ്ട്. അതൊക്കെ രഹസ്യമായിട്ട് മൂടി വെച്ചിരിക്കുകയാണ്. പ്രധാനപ്പെട്ട പൗരൻ എല്ലാവർക്കും അറിയാം, ഗൾഫ് നാടുകളിലുള്ള എല്ലാവർക്കും അറിയാം, UAE-ലുള്ള പലർക്കും അറിയാം. ആരൊക്കെയാണ് പേരുകൾ വെളിപ്പെടുത്തുന്നത്? അങ്ങനെ പലരുടെയും ഉയർന്ന രാഷ്ട്രീയ നേതാക്കളുടെ പാർട്ടി ഭേദം, ഐക്യമുണ്ട്. പാർട്ടി ഭേദമല്ലേ, ചുമ്മാ പറയുന്നതല്ല. ഇത് സത്യമാണ്, വളരെ ബോധ്യമുള്ള കാര്യങ്ങളുമാണ്. പക്ഷെ നമ്മൾ ആ പേരുകൾ എടുത്ത് പറയുന്നത് അത്ര ശരിയായിട്ടുള്ള. താങ്കൾ പറയുന്നത് ഇവർക്കൊക്കെ ഇവിടെ വിളിച്ചിട്ട് ഇവരെയൊക്കെ ഒന്ന് വെറുതെ സൽക്കരിച്ച് വിടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത്ര ഹോട്ടലുകൾ, വൻകിട ഹോട്ടലുകൾ എന്ന് മാത്രമല്ല, അവർക്ക് കിട്ടുന്ന ഒരു ഓണർ എന്ന് പറഞ്ഞാൽ ശങ്കരനാരായണൻ തമ്പി സ്മാരക ഹാൾ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് മാത്രമായിട്ട് നിർമ്മിക്കപ്പെട്ട, ജനങ്ങളുടെ നികുതി ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട ആ ഹാളിൽ ഇവരെ വിളിച്ചിരുത്തുകയാണ്. ഇവർ തിരഞ്ഞെടുക്കപ്പെട്ടവരാണോ? വിളിക്കപ്പെട്ടവരാണ്, ക്ഷണിക്കപ്പെട്ടവരാണ്. അവർക്ക് അവിടെ ഇരിക്കാൻ ഈ ജനങ്ങൾ അധികാരം നൽകിയിട്ടുണ്ടോ? ജനങ്ങളുടെ പ്രാതിനിധ്യം ഉണ്ടോ അവർ? ഇതൊക്കെ അതുപോലെ തന്നെ നിയമസഭ കഴിഞ്ഞ ദിവസം അനിശ്ചിതമായി പിരിഞ്ഞുകൊണ്ടാണ് ഈ സമ്മേളനം വെച്ചിരിക്കുന്നത്. ലോക കേരള സഭാ സമ്മേളനം. ഈ ഗവൺമെന്റിന് മൊത്തത്തിലൊരു സഭാകമ്പം ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ യാത്ര നടത്തിയത് നവകേരള സഭ എന്നും പറഞ്ഞാണ് ബസ്സിനകത്ത് യാത്ര ചെയ്തത്. ഇതിപ്പോ ലോക കേരള സഭ, എല്ലാത്തിനും സഭ എന്ന് പേരിട്ടിരിക്കുകയാണ്. താങ്കൾ പറയുന്നത് ഇതൊക്കെ ഓരോ ഈവന്റ് മാനേജ്മെന്റുകാർ സർക്കാരിന്റെ കാശ് തീർച്ചയായിട്ടും പരിപാടി മാത്രമാണ് അവരുമായിട്ടൊരു ചരട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഒരു റിലേഷൻ, ബന്ധം പരസ്പരം ഉണ്ടാക്കിയിട്ട് അതിന്റെ ഒരു കേരളത്തിന് ഇതുവരെ പ്രയോജനപ്പെട്ടോ? നമുക്കറിയാമല്ലോ ആർക്കാണ് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ഈ കുവൈറ്റിലുണ്ടായത് ആ കമ്പനി ജീവനക്കാർക്ക് ഒരു സുരക്ഷ പോലും ഇല്ല എന്നാണ്. സുരക്ഷ പോലുമില്ല. ആ സുരക്ഷ പോലുമില്ലാത്ത അവസ്ഥയില് ആണ് ഈ 4 സമ്മേളനം. അത് അടിസ്ഥാന പ്രശ്നങ്ങളാണ്. ഇവിടെ മാത്രമല്ല ലേബർ ക്യാമ്പ് ഉള്ളത്. എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ലേബർ ക്യാമ്പ് ഉണ്ട്. ആ ക്യാമ്പുകളിലെ ആൾക്കാരുടെ സുരക്ഷ, മൾട്ടി സ്റ്റോറേഡ് ബിൽഡിംഗ്സ് ആണ്. അവിടുത്തെ ആൾക്കാർ എത്ര കഷ്ടപ്പെട്ടു. ഒരു ഉദാഹരണം ഞാൻ പറയാം, വളരെ സ്പഷ്ടമായിട്ടുണ്ട്. കോവിഡ് കാലത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഈ കോവിഡ് കാലത്ത് പെട്ടെന്ന് വന്ന അസുഖമാണ്. ആ രാജ്യങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതെങ്ങനെ പ്രതിരോധിക്കണമെന്ന് അവർക്ക് അറിയത്തില്ല. ആ സമയത്ത് ആശുപത്രിയിൽ പോയി ടെസ്റ്റിംഗ് ഉണ്ട്. ആ ടെസ്റ്റിംഗ് ടെസ്റ്റിംഗ് ക്യാമ്പുകളും ഉണ്ട്. പരിശോധിച്ച ഒരു ലേബർ, ഒരു പാവപ്പെട്ട ഡ്രൈവർ, തൊഴിലാളി, കമ്പനിയുടെ വക ഡ്രൈവർ, അദ്ദേഹത്തിന് കോവിഡ് ഉണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർമാർ അദ്ദേഹത്തോട് പറഞ്ഞ് ഈ ആശുപത്രിയിൽ നിൽക്കാൻ പറ്റില്ല. ആശുപത്രിയിൽ അവർക്ക് ക്രമീകരണമില്ല, കിടക്കകൾ ഒരുക്കിയിട്ടില്ല, അവർക്ക് കോവിഡ് വാർഡ് ഒരുക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ നേരെ ലേബർ ക്യാമ്പിലേക്ക് പോകും. എന്തായിരിക്കും സ്ഥിതി? ലേബർ ക്യാമ്പിലാകെ അത് തീ പോലെ പടർന്ന് എന്നിട്ട് അയാൾ അവിടെ തൻ്റെ സഹപ്രവർത്തകർക്ക് ഈ കോവിഡ് വരണ്ടെന്ന് വിചാരിച്ച് സ്വന്തം ഓഫീസിൽ, അവിടെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നു, ഓഫീസിലേക്ക് പോവുകയാണ് ചെയ്തത്. ഗതികെട്ട് റോഡിൽ കൂടി തെക്ക് വടക്ക് നടക്കുകയാണ്. ഇത് കോവിഡിൻ്റെ ആദ്യഘട്ടത്തിൽ. പിൽക്കാലത്ത് അവിടെ ആശുപത്രികളൊക്കെ കോവിഡിൻ്റെ വേണ്ടി സ്പെഷ്യൽ ആശുപത്രികളൊക്കെ സജ്ജീകരിച്ചിരുന്ന ഒരു കാലമുണ്ട്. പക്ഷെ ആ കാലങ്ങളിലൊക്കെ സക്രിയമായി എന്ത് ഇടപെടലാണ് ഈ ലോക കേരള സഭയ്ക്ക് അല്ലെങ്കിൽ നോർക്കയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞത്? അതിനേക്കാൾ വളരെ ഫലപ്രദമായിട്ട് ഇടപെട്ടത് മുസ്ലിം ലീഗിൻ്റെ ഒരു സംഘടനയുണ്ട്, പ്രവാസികളുടെ ഒരു സംഘടന. ആ സംഘടന വളരെ കാര്യമായിട്ട് വിമാനങ്ങളെല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്. നാട്ടിലോട്ട് രക്ഷപ്പെടാനും പറ്റില്ല ഇവർക്കൊന്നും. ആ സമയത്ത് ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ കണ്ടെത്തി, ചാർട്ടേഡ് ഫ്ലൈറ്റുകളിൽ അങ്ങനെ മലയാളികളെ ഈ നാട്ടിലേക്ക് അയച്ചു. വൻ ചാർജായിരുന്നു. ഒരു 50,000 മുകളിലോട്ട് 1.5 ലക്ഷം രൂപ വരെ കൊടുത്തുള്ള ടിക്കറ്റുകൾ. അല്ലല്ല, ചാർട്ടേഡ് ഫ്ലൈറ്റുകളാണ്. കാരണം എല്ലാവരും കൂടെ ഷെയർ ചെയ്യണം. അങ്ങനെയുള്ള ഫ്ലൈറ്റുകളിൽ നാട്ടിലേക്ക്
അവർ രക്ഷപ്പെടാൻ വേണ്ടി വലിയൊരു ദുരന്തം. അപ്പൊ സാർ താങ്കൾ പറയുന്നത് ഈ ഇത്തരത്തിൽ കാശ് മുടക്കി ഇവിടെ വലിയ കൊടികെട്ടിയ ചർച്ചകൾ നടക്കുമ്പോൾ ഈ പറയുന്ന സാധാരണക്കാരായ പിന്നെ തൊഴിലാളികൾക്ക് ഒരു നല്ല ക്യാമ്പ്, അവർക്ക് താമസിക്കാൻ ഒരു സൗകര്യം, അവരുടെ ഭക്ഷണം, ഇത്തരം പ്രാഥമികമായ ചർച്ചകൾ പോലും നടക്കുന്നില്ലെന്നാണ്. അവിടുത്തെ ഗവൺമെന്റാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ അതിനെക്കുറിച്ച് നോക്കൂ, ചർച്ച നടന്നിട്ടില്ലെന്നാണ് ഇപ്പൊ. നോക്കൂ എന്തൊക്കെയാണ് ഇവർ ചർച്ച ചെയ്യുന്നത്. തൊഴിൽ അവസരം, കേരള വികസനം, മാറുന്ന നിയമങ്ങൾ, വിജ്ഞാന വ്യാപനം, ഇതൊക്കെയാണ് ഇവരുടെ സബ്ജക്റ്റുകൾ. ഈ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ആടുജീവിതത്തിൽ കണ്ട തൊഴിലാളികൾ അവർ കുറച്ചൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ, കഷ്ടപ്പെടുന്നവർ. അതുപോലെ ഗൾഫിലെ ഒരു സ്വഭാവം, വീടുകളിൽ ഗതാമയായിട്ട് വർക്ക് ചെയ്യും എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടത്. ഈ കുട്ടികൾ ആരെങ്കിലും പരാതിപ്പെട്ടാൽ വീട്ടുടമ, അവിടുത്തെ ആൾക്കാരുടെ സ്വഭാവമാണ് അടിമകളെ എന്ന പോലെ ചാട്ടവാർ വെച്ച് അടിക്കുന്ന പരിപാടിയുണ്ട്. എന്തെങ്കിലും പരാതി പറഞ്ഞു അറബുകളുടെ വീട്ടിൽ പോയി ജോലി ചെയ്യുന്ന വീട്ടു ജോലിക്കാരുടെ നിയമങ്ങളിൽ മാറ്റം ഉണ്ടാക്കണമെന്ന് പറയുന്നില്ലേ അവര്? എന്തോ തൊഴിൽ നിയമങ്ങളിൽ മാറ്റം ഉണ്ടാക്കണമെന്ന് പറയുന്നില്ലേ? തൊഴിൽ നിയമങ്ങളിൽ കേരളം പറഞ്ഞ അവർ മാറ്റം ഉണ്ടാക്കും. ആ രാജ്യത്തിന്റെ അവകാശമല്ലേ നിയമങ്ങൾ എങ്ങനെ മാറ്റണം എന്നുള്ളത്. ഈ രാജ്യത്തെ അവിടുത്തെ അമീർമാരാണ് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ മിനിസ്റ്റീരിയൽ കൗൺസിലുകളുണ്ട്, അവരാണിത് തീരുമാനിക്കുന്നത്. അങ്ങനെയുള്ള സംവിധാനങ്ങളിലൂടെ കേരളം പറഞ്ഞ അവിടുത്തെ നിയമങ്ങൾ, മാറുന്ന നിയമങ്ങളെ പറ്റി നമ്മൾ ചർച്ച ചെയ്യാം. അത് മാത്രമേ ഇവിടെ നടക്കത്തുള്ളൂ. അല്ലാതെ എന്തെങ്കിലും ഒന്ന് മാറ്റണമെന്ന് പറയാൻ പറ്റില്ല. ഇന്ത്യ ഗവൺമെന്റിന് വേണമെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യ ഗവൺമെന്റ് പ്രത്യേകമായിട്ട് പ്രവാസി ഭാരതീയ സമ്മേളനം എന്നുള്ളത് വളരെ വിപുലമായിട്ട് നടത്തുന്നുണ്ട്. അതിൽ പ്രവാസി സമ്മാനവും നടക്കുന്നുണ്ട്. ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഇന്ത്യക്കാരന്, വിദേശ മലയാളിക്ക്. ഈ ചർച്ച കൺക്ലൂഡ് ചെയ്യണം. ഇത് തീർച്ചയായിട്ടും എങ്ങനെയാണ് ഇത് ശരിക്കും ചെയ്യേണ്ടത്, കുവൈറ്റിൽ മരിച്ച മലയാളികളോട്, ഇന്ത്യക്കാരോട് ഉള്ള അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് പിരിയേണ്ട ഒന്നാണ്. ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തേണ്ട സന്ദർഭമല്ല. സാർ, ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ. ഈ കേരളത്തിൽ ഇത് നടത്തുന്നതിനേക്കാളും നല്ലത് ഭാരതത്തിൽ ഇങ്ങനെ ഒരു അങ്ങനെ നടക്കുന്നുണ്ടല്ലോ, അതങ്ങ് നടന്നാൽ പോലും അതെ, അതിൽ സക്രിയമായിട്ട് മലയാളികളുടെ ഒരു സാന്നിധ്യം ഉണ്ടാവണം എന്നുള്ളതാണ്. കേരളത്തിന്റെ ഒരു പ്രാതിനിധ്യം ഉണ്ടാവണം, ശരിയായിട്ടുള്ള നിലപാട്. അല്ലാതെ ഇങ്ങനെ പുട്ടടിക്കാനും സർക്കാരിന്റെ കാശ് കൊണ്ട് തുലയ്ക്കാനും. ഒന്നാമത് പിച്ചച്ചട്ടിയും കൊണ്ടാണ് കേരള സർക്കാർ നിൽക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കുറെ കാശ് ചമ്മാളിച്ച് കളയുന്ന കുറെ കാര്യങ്ങൾ നടത്തുക എന്നുള്ളതല്ലാതെ ഈ പണം ഉപയോഗിച്ച് ക്ഷേമ പെൻഷൻ കൊടുക്കാം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. അവർക്ക് റേഷൻ വാങ്ങിക്കാനുള്ള പൈസ കിട്ടുമായിരുന്നല്ലോ. സപ്ലൈകോയിലൊന്നും ഇപ്പൊ ഇല്ല, റേഷൻ കടയിൽ പോയി വാങ്ങിക്കാം. എന്തായാലും ജനത്തിനെ പറ്റിക്കുന്ന ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും പാടില്ല എന്നുള്ളതിന്റെ ഒരു സന്ദേശമായിരിക്കാം തുടക്കത്തിൽ തന്നെ വേണ്ട എന്ന് വെക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായത്. ശരിയായിട്ടും അത് മാത്രം അവർക്ക് വീണ്ടും അനുശോചനം. അതെ, ആവട്ടെ.